ഉണ്ടെന്ന്. അതും ചെറിയ നിസ്സാരപ്പെട്ട കേസസ് ഒന്നല്ല. റേപ്പ് കേസും മർഡർ കേസും അറ്റംപ്റ്റ് മർഡറും കിഡ്നാപ്പിംഗ് കേസും ഇൻ കേസസ് അഗൈൻസ്റ്റ് വിമൻ ഇതൊക്കെയുള്ള ഒരു കേസസ് ആണ് ഇവരുടെ പേരിലുള്ളത്. ഹലോ ഹായ്, വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഡൽഹി അസംബ്ലി ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് BJP കാൻഡിഡേറ്റിനെതിരെ വീണ്ടും ഒരു പുതിയൊരു അലിഗേഷനുമായി ഒരു വീഡിയോ രംഗത്ത് വന്നിട്ടുള്ളത്. ഈ വീഡിയോ സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വീഡിയോന്റെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് വോട്ടേഴ്സിന് ഷൂസും അതുപോലെ തന്നെ ബ്ലാങ്കറ്റ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുന്ന ജാക്കറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് BJP കാൻഡിഡേറ്റ് ആണ്. ഈ വ്യക്തിയുടെ പേരിൽ ഇതിനു മുൻപും ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ജോബ് ക്യാമ്പയിൻ വിളിച്ചുകൂട്ടി അതിലെ ആൾക്കാർക്ക് വോട്ടേഴ്സിന് ഏകദേശം 1100 രൂപ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു അലിഗേഷൻ ഉണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ അലിഗേഷൻ ആണ് ഈ വ്യക്തിയുടെ പേരിൽ. ഈ വീഡിയോയുടെ സത്യാവസ്ഥ അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്, ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ ഇൻഫോർമേഷൻസ് ഇല്ല. എന്നാലും ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വീഡിയോയിൽ തന്നെ കാണാം ഒരുപാട് ക്യാമറാസ് ഒക്കെ അതിന് ചുറ്റുമുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഇലക്ഷൻ നടത്ത ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വ്യക്തി ഈ ഒരു കാര്യം ചെയ്യുമെന്ന് തോന്നുന്നില്ല. അത്രയും വിഡ്ഢിയാണോ ഈ വ്യക്തി? എനിക്ക് തോന്നുന്നില്ല. എന്റെ ചോദ്യം ഇതല്ല. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇതിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതേപോലത്തെ കാര്യങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയിൽ, അങ്ങനെയാണെങ്കിൽ ഇതിന് തെറ്റുകാരാരാണ്? ഇത് കൊടുക്കുന്ന ഈ കാൻഡിഡേറ്റ്സ് ആണോ അതോ വാങ്ങിക്കുന്ന ജനങ്ങളാണോ എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. ആക്ച്വലി എന്റെ ഒപ്പീനിയൻ മാത്രമല്ല, ഒരുപാട് എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് രണ്ടുപേരുടെയും തെറ്റുകൾ തന്നെയാണ്. എന്നാലും ഏറ്റവും കൂടുതൽ തെറ്റ് വരുന്നത് ജനങ്ങളിൽ നിന്നാണ്. അതായത് ഇത് വാങ്ങിക്കുന്ന ജനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ തെറ്റ് ഇതിൽ വരുന്നത് എന്നാണ് എക്സ്പേർട്സ് പറഞ്ഞത്. കാരണം ഈ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് അവർ വിജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്നുള്ള ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഡെമോക്രസി എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ അല്ലെങ്കിൽ വോട്ട് ചെയ്യുക എന്നുള്ളത് ജനങ്ങളുടെ അവകാശവും ഡ്യൂട്ടിയുമാണ്. അതുകൊണ്ട് തന്നെ അവരത് കൃത്യമായിട്ട് നിർവഹിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നാണോ ജനങ്ങൾ ഈ ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ വാങ്ങിക്കാതിരിക്കുന്നത്, അന്ന് മാത്രമേ ഈ കൊടുക്കുന്നത് ഇവരും നിർത്തുകയുള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ വോട്ടിങ്ങിലും, അതായത് ജനങ്ങൾ എങ്ങനെയാണോ വോട്ട് ചെയ്യുന്നതിന്റെ ബേസ് എന്ന് പറയുന്നത് പാർട്ടി, ജാതി, അതുപോലെ മതം, ഇതൊക്കെ നോക്കിയിട്ടാണ്. ജാതി നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ വിവിധ ഭാഗത്തും ഈ ജാതി വെച്ചിട്ട് ഇപ്പോഴും വോട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോഴത്തെ വോട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത്, യഥാർത്ഥത്തിൽ വോട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, ഈ നിൽക്കുന്ന വ്യക്തി ഏത് പാർട്ടിയാണെന്നല്ല നോക്കണ്ടേ, ആ വ്യക്തിയുടെ വ്യക്തിത്വം നോക്കിയിട്ട്, ആ വ്യക്തി ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണോ, എല്ലാവരെയും തുല്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയാണോ, അതുപോലെ തന്നെ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എല്ലാവരും ഒരുപോലെ കണ്ട് എല്ലാ കാര്യങ്ങളും ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണോ നോക്കിയിട്ട് വേണം വോട്ട് ചെയ്യാൻ വേണ്ടി. അതാണ് യഥാർത്ഥ വോട്ട്. എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യം ഒരു ഡെമോക്രാറ്റിക് ആയിട്ട് മാറുകയുള്ളൂ. 2024 നടന്ന ലോക്സഭ ഇലക്ഷനിൽ വിജയിച്ചിട്ടുള്ളതിൽ 46% ജയിച്ച വ്യക്തികൾ, അതായത് ഇപ്പോൾ അവിടെ ലോക്സഭയിലുള്ള MP-മാരിൽ 46% MP-മാരും ക്രിമിനൽ കേസസ് ഉള്ള വ്യക്തികളാണ്. ആ സമയത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ പേരിൽ ക്രിമിനൽ കേസസ് ഉണ്ടെന്ന്. അതും ചെറിയ നിസ്സാരപ്പെട്ട കേസസ് ഒന്നല്ല. റേപ്പ് കേസും മർഡർ കേസും അറ്റംപ്റ്റ് മർഡറും കിഡ്നാപ്പിംഗ് കേസും ഇൻ കേസസ് അഗൈൻസ്റ്റ് വിമൻ ഇതൊക്കെയുള്ള ഒരു കേസസ് ആണ് ഇവരുടെ പേരിലുള്ളത്. ഇങ്ങനെ കേസസ് ഉള്ള വ്യക്തികളെ എന്തിനാണ് ജയിപ്പിച്ചു വിടുന്നത്? എന്തുകൊണ്ടാണ് പാർട്ടീസ് ഇത് വരുന്നത്? ഇവർ ജയിക്കാനുള്ള കാരണം എന്താണ്? ഇവർ ജയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ടിക്കറ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഈ വ്യക്തികളൊന്നും ജയിക്കത്തില്ല. മനസ്സിലാക്കണം എന്തുകൊണ്ടാണെന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, വോട്ടിൽ പല വോട്ടുകളും പോകുന്നത്, അല്ലെങ്കിൽ 3/4 വോട്ടുകളും പോകുന്നത് പാർട്ടി ബേസ്ഡാണെന്ന്. പാർട്ടി വേണ്ടാമെന്നല്ല, പക്ഷെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പാർട്ടി എന്ത് ചെയ്യണം? ഏറ്റവും നല്ലൊരു വ്യക്തിയെ വേണം ഈ പാർട്ടി ഇലക്ഷനിൽ നിർത്തേണ്ടത്. എന്നാൽ അതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിമിനൽ കേസ് ഉള്ള ആൾക്കാരെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടി നോമിനേറ്റ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൺസേൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതി. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയെ എന്തിനാണ് പൊളിറ്റിക്കൽ പാർട്ടി താങ്ങുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്.
വോട്ട് ചെയ്യേണ്ടത് ആ വ്യക്തിയെ, നിൽക്കുന്ന വ്യക്തിയെ നോക്കിയിട്ട് വേണം. ആ വ്യക്തി നല്ല കാര്യം നമ്മുടെ രാജ്യത്തിന് ചെയ്യുമോ എന്നുള്ള ഒരു കാര്യം നോക്കിയിട്ട് വേണം വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ചെയ്യുക. And thanks for watching me and stay tuned for another video. Okay, thank you.